ഹലോ ചായമാരെ, ദിസ് ഇസ് മീ വണ്ടർ ബാസ്, വെൽക്കം ബാസ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, ആഫ്റ്റർ എ വെരി 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 ലോങ് ടൈമാണ് ഞാൻ ഒരു പുതിയ വീഡിയോ ഇടുന്നത് അല്ലേ. ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മുകളിലായി. ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ പോയിട്ടില്ല എന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല, ചെറുതാക്കി എടുക്കാം. അതായത് അത് പറയുന്നതിന് മുമ്പേ മറ്റു പരിപാടിയില്ല. ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ മുട്ടാൻ മറത്തുക. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. അപ്പോൾ ചങ്ങായിമാര് കുറച്ച് തിരക്കിലായിപ്പോയി, കുറച്ചധികം തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് 1 മന്ത് ഗ്യാപ്പ് ഓൾമോസ്റ്റ് എടുത്തത്. പിന്നെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് എനിക്ക് വന്നു. എൻ്റെ ക്യാമറയും കുറച്ച് കാര്യങ്ങൾ പിന്നെ എനിക്ക് പണി തന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരുന്നത്. പിന്നെ വേറെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടന്റ് കിട്ടി, ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, എൻ്റെ നാട്ടിലുണ്ടല്ലോ പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു തറവാടുണ്ട്. കുറച്ച് ദൂരം പോകണം. ആ ഒരു തറവാട്ടിൽ ഈ പ്രേതം, ഈ ദേവി അതെല്ലാം കുടിയിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ കേൾക്കുന്ന കഥയാണ്. എൻ്റെ അച്ഛൻ ഒരുപാട് കഥ പറയുന്നുണ്ട്, നാട്ടുകാർ ഒരുപാട് കഥ പറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഇന്ന് അറിയും. എന്താ പറയുക, ഇത്രയും ദിവസം എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് റിസർച്ചൊക്കെ നടത്താനുണ്ടായിരുന്നു. ഓക്കെ, ആ തറവാട്ടിലെ ചാവിയൊന്നും എടുക്കില്ല. നമ്മൾ ടെക്നിക്കൽ അത് കുത്തി തുറന്നകത്ത് കയറാൻ പോവുക. നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന്. പണ്ട് മുതലേ ഉള്ള ക്യൂരിയോസിറ്റി അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് കൂടി പോകുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാലും വിട്ടെ, വീഡിയോ ലെങ്ത് അധികം കൂട്ടുന്നില്ല. നമുക്ക് നേരെ തറവാടാണ് പോയാലോ. ബാ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പം എൻ്റെ ബാക്കിലേക്ക് കാണുന്ന ഈ വഴിയുണ്ട്. ഇതിലൂടെ നമുക്ക് ആ തറവാട്ടിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ഗൈസ്, ഇതാണ് മൈ വൺ ഓഫ് ദ നാട്. വൺ ഓഫ് ദ നാടല്ല, നാടിൻ്റെ ഒരു ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് തറവാട് കണ്ടാലോ. ഞാൻ ക്യാമറ തിരിക്കാം, അപ്പോൾ നിങ്ങൾ വേഗം നോക്കണേ. തറവാട്ടിലേക്ക് ഇതിലൂട്ടിയാണ് പോകേണ്ടത്. കണ്ട, ഫുള്ള് കാടും എല്ലാം പിടിച്ച് കിടന്ന നശിച്ചൊരു സ്ഥലമാണ്. നമുക്ക് പോയി നോക്കാം അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് എന്നെല്ലാം. എൻ്റെ മോനെ, പാമ്പൊന്നും ഇല്ലാണ്ടെന്നാൽ നല്ലത്, ഇല്ലെങ്കിൽ പിന്നെ തീർന്നു ഗൈസ്. അപ്പോൾ ഇതണ്ട, ഇത് തറവാട്ട് പഴയ തൊഴുത്താവുന്നു. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ ആ ഒരു പോഷൻ? കണ്ട, അതാണ് ആ തറവാട്. നമ്മളെ ബ്രഹ്മയുഗത്തിലെ ഒരു ഹില്ലുമില്ലേ, കൊടുമൻ പോറ്റിൻ്റെ അതുപോലത്തെ ഒരു സ്ഥലം. ഇൻട്രസ്റ്റിംഗ്. എവിടെ 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 വഴി മനസ്സിലാവുന്നില്ല കേട്ടോ, ഫുള്ള് കാടക്കേറ്റ്. ഇതാ കണ്ടോളൂ ഗൈസ്, കണ്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ തറവാട്. കണ്ട എങ്ങനെയുണ്ട് മക്കളെ? കണ്ട സെറ്റപ്പ് കണ്ട നമ്മളെ. ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, പ്രേത ബ്ലങ്കാവ്. അടിപൊളിയല്ലേ? നമ്മുടെ തറവാട്ടിൻ്റെ മുന്നിലുണ്ട്. ഓക്കെ, ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇതാണ് ആ തറവാട്. ഇപ്പോൾ നമ്മളിതിൻ്റെ കറക്റ്റ് എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണെന്ന് തോന്നുന്നുണ്ട്. കുറേ സൈഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, അറിയില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വഴി നോക്കണം. കാണുമ്പോൾ അത്ര ടെറിഫയിങ് ആയിട്ടും തോന്നിയിട്ടില്ല. കാരണം ഇവരെല്ലാം കഥ കേട്ടതൊന്നും ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ വലിയ സംഭവം ഉണ്ട് എന്നൊക്കെ. പുറത്തുനിന്ന് കാണുമ്പോൾ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് യക്ഷി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. യക്ഷി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. നമുക്ക് എന്താ പറയണ്ടേ, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാമല്ലോ. കോമഡിയാ, ചെറിയ ഒന്ന് ചിരിച്ച് കളയാ. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, നമുക്ക് നേരെ തറവാട്ടിനുള്ളിൽ കയറിയാലോ. ആദ്യം വഴി നോക്കാം എവിടെയാണെന്ന്. ബാ. അപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങൾ ഈ സ്ട്രക്ചർ കണ്ടോ? സത്യം പറയില്ല, കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു പീസ് പണിയാൻ വേണ്ടിയിട്ട് ഭയങ്കരം പാടാണ്. ഭയങ്കരം പ്രശ്നം, ഭയങ്കരം പണിയാണ്. നല്ല ഫണ്ട് പൊട്ടിക്കൊണ്ട് വരും. പിന്നെ എന്താ പറയുക, ഈ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുമോയെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളിതിൻ്റെ കൊത്തുപണികളൊക്കെ കണ്ടോ? സിമെൻറ്റ് പോലും ഇല്ലാതെ കാലത്ത് പണിയാന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് ബിൽഡിംഗ് എല്ലാം എന്താ പറയണ്ടേ, പാല് കാച്ചി അടുത്ത ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ക്രാക്ക് വീഴാൻ തുടങ്ങും. അതാണ് ഇന്നത്തെ കാലവും പണ്ടത്തെ കാലം തമ്മിൽ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു മാസ്റ്റർ പീസ് വർക്കാണ്. ഓക്കെ, ഇവിടെ ഡോർ ഓപ്പൺ അല്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. കണ്ടോ, മുകളിൽ എന്താ പറയണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത പോലെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇനി കയറാൻ വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഞാൻ വീടിൻ്റെ ചുറ്റിലും നടന്നു നോക്കി. ബാക്കിലത്തെ ഡോറ് ലോക്ക്ഡാണ്. അപ്പോൾ എനിക്ക് തോന്നി വീടിൻ്റെ ആൾക്കാർ വന്നിട്ട് ലോക്ക് ചെയ്തിട്ട് പോയതായിരിക്കും. പക്ഷേ നിരാശപ്പെടുത്തുന്നില്ല.
ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വേറൊരു വഴി കണ്ടെത്തിയിട്ട് എൻ്റെ നേരെ ബാക്കിൽ കാണുന്ന പൊളിഞ്ഞ ഭാഗമുണ്ടല്ലോ, അതിന് ആ സൈഡിലൊരു ഡോറുണ്ട്. അപ്പോൾ ആ ഡോറ് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അത് ഓപ്പണാണ്, നമുക്ക് അതിലോട്ട് ഉള്ളിൽ കയറി നോക്കാം. അപ്പോൾ കയ്യിൽ നമ്മളെ ടൂൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ, പാമ്പാറ്റം കടിച്ചപ്പോൾ തീർന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ. അപ്പോൾ ഇനിയുള്ളത് എന്താ പറയുക, ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ടൊരു വ്ളോഗായിരിക്കും. കണ്ട നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാം പോലെ കയ്യിൽ ടോർച്ച് സ്ഥലം. അപ്പോൾ നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ദൈവത്തിന് അറിയൂ. എന്തെങ്കിലും ആക്രമിച്ചാൽ തീർന്നു ഗൈസ്. ശരി, ആ പാമ്പുണ്ടാവല്ലേ, കയറാൻ ഭയങ്കര പണിയാന്നല്ലേ. ഓഫ്, ഗൈസ് കണ്ട ഓപ്പണായ ഡോറ് കണ്ട. എനിക്ക് തോന്നി ഇവിടെ ഒരു നടുമുറ്റം ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഇത് കണ്ടോ, ഒരു കെട്ട് പോലെ, അതായിരിക്കും, അറിയില്ല. നമുക്കെന്തായാലും ഇതിനുള്ളിലേക്ക് കയറി പോവാം, നോക്കാം എന്നിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കട്ടെ. അമ്മേ, ഓ സീൻ. ഇവിടെ ഏതോ ജീവി കൂട് കൂട്ടിയിട്ടുണ്ടോന്ന് കേട്ടോ. നല്ല ഹൊറർ വൈബ് അടിക്കും തറവാട്. ഉള്ളിൽ കയറാൻ പേടിയാന്നല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി തറവാടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. എന്താ പറയുക, നമുക്ക് നോക്കാം എന്താ ഇതിൻ്റെ അകത്തുള്ളതെന്ന്. എന്തായാലും ഇവിടെ പ്രേതമില്ലാന്ന് സ്ഥാപിച്ചിട്ട് വണ്ടർവാസ് പുറത്ത് പോകുന്നതായിരിക്കും. എടാ ഇതെന്താ, കുറേ അതിഥികളുണ്ട് ഗൈസ്, നമ്മളുടെ ഒരുപാട് പറക്കുന്ന അതിഥികൾ. കണ്ട മുട്ടി. ഓ മൈ ഗോഡ്, സി ആരും പേടിക്കണ്ട, കടവാതിലാണ്, വേറൊന്നല്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇതേതാ റൂം? ഒരുപാടുണ്ട് കേട്ടോ. ഓ, ഇത് പൂജാ റൂമാണ് കേട്ടോ. കണ്ട പഴയ വിളക്ക്, അല്ല അതാരാ നോക്കട്ടെ. ശിവൻ അല്ല, ശ്രീരാമനാണല്ലേ. ഓക്കെ, പഴയ വിളക്ക്, കിണ്ടി പാത്രങ്ങൾ, പുരാവസ്തുക്കൾ കിട്ടിയ പിന്നെ റിച്ചാവുമായിരുന്നു. അപ്പോൾ ഓ ഇത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കേട്ടോ. ഇതിവിടെ പണ്ട് താമസിച്ച ആൾക്കാരോ അതൊന്ന് എൻ്റെ ഫോട്ടോ ആണ് നമ്മൾ കണ്ട് പരിചയം മുഖം കണ്ടോ. ഇതാരാ ചങ്ങായിമാരെ, നിങ്ങൾക്ക് എന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ പറയണ്ടേ, ഒരു എൻ്റെ അത് ഷോർട്ട് ലൈറ്റ് കറക്റ്റാക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോർ ഓപ്പൺ ആക്കി നോക്കാം. കുറച്ച് വെളിച്ചമൊക്കെ ഉള്ളിൽ കയറട്ടെ. ഓക്കെ, ഇനിയിപ്പം ഓപ്പൺ ആയിട്ട് അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഡോർ ഓപ്പൺ ആക്കി വെളിച്ചം ഉള്ളിലേക്ക് വരുത്തിയിട്ടുണ്ട്. പേടിച്ചിട്ടൊന്നുമല്ല, എന്താ പറയണ്ടേ, ഇവിടെ ഞാൻ പറഞ്ഞു കുറേ അതിഥികളുണ്ട്, കടവാതിൽ ഇഷ്ടം പോലുണ്ട്, ഐ മീൻ വവ്വാൽസ്. അപ്പോൾ അവരെല്ലാം ഒന്ന് പുറത്തേക്ക് തന്നെ പോയിട്ട് റൗണ്ട് അടിച്ച് വരട്ടെ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പോയി നോക്കാം. വലിയ കാണാനൊന്നുമില്ല കേട്ടോ, ഇതുവരെയായിട്ട് ഞാനൊരു എക്സ്ചേഞ്ച് എടുത്ത് എൻകൗണ്ടർ ചെയ്തിട്ടില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടുന്നില്ല, നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാൻ പോവാണ്. മുകളിൽ നോക്കാം എന്താ ഉള്ളത്. അപ്പോൾ ഈശ്വരാ സഹായിക്കണേ, ഒന്നും വരുത്തരുതേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കൂല. ബട്ട് നമുക്ക് നോക്കാം.
പൊട്ടി വീഴൂല എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ വേറെ ഒരു ജീവികളും ഇല്ലാന്ന് പ്രതീക്ഷയിൽ ഞാൻ കയറുകയാണ്. ഓ ഡാർക്ക് ചങ്ങന്മാരി അവിടെ സാധനം കണ്ടുപിടിച്ച് കണ്ടോ, പൂച്ചയല്ലേ? ഓ മാൻ, ഏതോ ഒരു പൂച്ചേൻ്റെ ഡെഡ് ബോഡി. ലുക്ക് അറ്റ് ഇറ്റ്. അല്ല ഞാൻ തന്നെ വിളിച്ചത് ഓർത്തിരിക്കുന്നല്ലേ. ഓക്കെ, ക്ലോസ്ഡായ കുറേ റൂമുണ്ട്. മുകളിലേക്ക് ഒരു എൻട്രൻസ് മച്ച് ക്ലോസ്ഡ്. നമുക്കേ ഓരോ റൂം വഴി കയറി നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തറവാട്ടിൻ്റെ മുകൾ വശത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിൽ കണ്ടോ, അത് ആ സംഭവമാണ് സ്റ്റെയർ കേസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാൻ പോകും. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. നോക്കിയിട്ട് ബാക്കി പറയാം. ഓക്കെ, ഓ മാൻ, അടിപൊളി. ഇതെന്താ സംഭവം കണ്ടോ, ഒരുപാട് ബുക്ക്. ഓക്കെ, ഓപ്പൺ ആക്കി നോക്കട്ടെ എന്താ അതിൻ്റെ അകത്തുള്ള. ഗൈസ്, എന്തൊക്കെയോ പേപ്പേഴ്സൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ കുരുത്തോ അല്ലേ? ഇതുണ്ട് അങ്ങനെ പണ്ടത്തെ എഴുത്തോ അല്ല. ഇത് ഏത് കുടുംബം പോയിട്ട് വെച്ചാന്ന് എനിക്കറിയില്ല. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അടിപൊളി. ഇതാണ് മറ്റേ നമ്മളെന്താ പറയുക, നെല്ലൊക്കെ സൂക്ഷിക്കുന്നത് പത്തായെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു സംഭവം ഓപ്പൺ ആക്കിയാൽ ഇതിനകത്ത് സൂക്ഷിക്കുന്നതായിരിക്കും. ഇതാണ് നെല്ല് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് പത്തായം. ഇത് കണ്ടോ നിങ്ങൾ, എന്താ പറയണ്ടേ, ഫുൾ മരം. ഇതൊന്നും ഡാമേജേ ഇല്ല കേട്ടോ. പ്ലാവാ തോന്നുന്നത്. ഷെൽഫും കണ്ടോ, എന്താ ഇതൊന്ന് പെയിൻ്റ് അടിച്ച് പുതിയതാക്കിയാൽ പിന്നെ നമുക്ക് ഓപ്ഷന് വെക്കാം, പുരാവസ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും അധികം സാധ്യത ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് സഞ്ചരിച്ച് നോക്കാം. കമോൺ. അപ്പോൾ അടുത്ത റൂം ഇത് ഓപ്പൺ ആക്കി വിട്ട് ഇതിൻ്റെ അത് എന്താ ഉള്ളതെന്ന്. ഇതും സെയിം ലേ ഔട്ട് തന്നെയാണ്. പത്തായം മച്ച് എല്ലാ കാര്യങ്ങളും. ഇനി അടുത്ത നെക്സ്റ്റ് റൂമിലേക്ക് കയറി നോക്കാം. നെക്സ്റ്റ് റൂം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ ഇതിനകത്ത്? ഇതും അതുപോലെ തന്നെ കണ്ടോ. പക്ഷെ ഇത് കുറച്ച് ചെറിയ റൂമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ചെറിയ റൂമാണ്. മറ്റേ ഈ റൂം കണ്ടോ നിങ്ങൾ, ഇത് കുറച്ചും കൂടി വലിയ റൂം. നടുക്കത്ത് അത്യാവശ്യം നല്ല പത്തായത്തിനൊക്കെ സൈസ് ഉണ്ടല്ലേ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, ഒരു പൂച്ചേൻ്റെ ഡെഡ് ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും അതിൻ്റെ പ്രേതാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം. വേറെ എവിടെയെങ്കിലും എന്തായാലും ഈ 3 റൂമിൽ പ്രേതമില്ലാതെ കൺഫേം ആയി. ഇനി വേറെ നോക്കണം എന്താ ഉള്ളത്. ഇനിയുള്ളത് നമ്മളെ മച്ച്. ഇനി ഇതാ ആ സാധനത്തിന് മുകളിൽ കൂടെ കയറി നോക്കട്ടെ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. ഇനി അതും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് നാട്ടുകാർ വായി പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു എന്താ പറയുക വീഡിയോ, അതായത് നമ്മൾ ഇങ്ങനെ പറയല്ലേ, വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രാന്ത്, അതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് മച്ചിൻ്റെ മുകളിൽ കയറിയല്ലോ. ബാ ചങ്ങന്മാരെ, ഇവിടെ ഒരു പത്തായമുണ്ട്. ഓ മൈ ഗോഡ്, പിന്നെ ഡെഡ് ബോഡി. ഇതെത്രടാ ഡെഡ് ബോഡീസ്? വെറുതെ അല്ല നാട്ടുകാരുണ്ട് ഇവിടെ പ്രേതമുണ്ടെന്ന്. അതേതാ ജീവി എന്ന് എനിക്ക് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ ജീവി ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുക അതേത് ജീവിയാണ്, അതേത് ജീവിൻ്റെ ഡെഡ് ബോഡിയാണെന്ന്. ക്ലോസപ്പ് ഷോട്ട് എടുത്തരാം. അയ്യോ ഒരു മിനിറ്റ്, കണ്ടോ, കണ്ണ്, കൈ,
കൈ, വാല്, കാല്. ആ അടിപൊളി. അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് തരാം അതേത് ജീവിയാണെന്ന്. നമുക്കിനി മുകളിലേക്ക് പോയി നോക്കാം. ഇതാണ് മുകളിലേക്ക് പോകേണ്ടത്. എന്താ പറയുക, ഇത് ചവിട്ടി കയറി നോക്കാം. അപ്പോൾ ചങ്ങായിമാരെ നമ്മളിതാ മച്ചിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കുമ്പം ഒന്നും കാണുന്നില്ല. കുറേ കടവാതിലും കുറേ ചട്ടിയും പാത്രവും ഒക്കെ ഉള്ളത്. നമുക്കിത് നോക്കാം. വാവ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. സീരിയസ് അല്ല കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ POV ഷോട്ട് കാണിച്ചു തരാം. എന്താ ഒരുപാട് കടവാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നും പ്രത്യേകിച്ചില്ല. എന്താ പറയണ്ടേ, ഞാൻ വിചാരിച്ചിടത്തോളം കാര്യങ്ങളൊന്നും ഇവിടെ പേടിപ്പിക്കുന്ന തരത്തിലൊന്നുമില്ല ഇതുവരെ. എന്താ പറയുക, യക്ഷി ഞാൻ കണ്ടുകൂട്ടിയില്ല. എനിവേസ് നമുക്ക് നോക്കാം. ഈ നാട്ടിൽ ഇനി ഇതുപോലത്തെ ഒരുപാട് വീടുണ്ട്. ഞാൻ താഴെ ഇറങ്ങിയിട്ട് ബാക്കി പറഞ്ഞുതരാം. കണ്ടാ 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 പറക്കുന്നെല്ലാം കണ്ടാ. ഓസി ഇവിടെ ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കൺഫേമാ. അപ്പോൾ ചങ്ങായിമാരെ എന്താ പറയണ്ടേ, ഇവിടെ നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ യക്ഷിയോ അങ്ങനത്തെ ഒരു പരിപാടികളൊന്നുമില്ല. കുറച്ച് ഡെഡ് ബോഡീസും പിന്നെ കുറച്ച് മൃഗങ്ങളുടെ ഡെഡ് ബോഡീസും വേറെ എന്താ പറയണ്ടേ കുറച്ച് കടവാതിൽസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് പഴയ ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ട്. അത് ആരാന്നറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ മറക്കാണ്ട് ആ മൃഗങ്ങളുടെ ഫോട്ടോസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് സംഭവം എന്ന് എനിക്കത് മനസ്സിലാവുന്നത്. ഒന്ന് പൂച്ചയാണ് മനസ്സിലായി, മറ്റേത് എന്ത് ജീവിയാണെന്ന് എനിക്ക് കൺഫേം ആയിട്ടില്ല. എന്താ വെച്ചാൽ കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ ഈ സിനിമയിൽ ആർട്ട് വർക്കൊക്കെ ചെയ്തു പോലില്ലേ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ചങ്ങായിമാരെ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തെത്തി. എന്താ പറയുക, ഉള്ളിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഇങ്ങനത്തെ വീട്ടിൽ കുറേ പുരാവസ്തുക്കളൊക്കെ വേണ്ടത്. ആ ഒരു ഷെൽഫും പിന്നെ കുറച്ച് പാത്രങ്ങൾ, കിണ്ടിയും വിളക്കും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തേടിപ്പോയത് യക്ഷീനെ കിട്ടിയിട്ടില്ല. അതിൻ്റെ പകരമായിട്ട് നമുക്ക് 2 ഡെഡ് ബോഡീസ് കിട്ടിയിട്ടുണ്ട്, 2 മൃഗങ്ങളുടെ. അത് ഏതൊക്കെ മൃഗങ്ങളാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് എനിക്ക് ഒന്നൊരു പൂച്ചയാണ്, മറ്റേത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. സിനിമക്ക് ആർട്ട് വർക്കൊക്കെ ചെയ്തു പോയില്ലേ. കടിച്ച് എന്തോ കടിച്ച്. പിന്നെ വേറെ കുറേ കടവാതിൽസ് ഉണ്ട്. എന്താ പറയുക, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത്. ജസ്റ്റ് ഒരു നോർമൽ വീട്, ഒരു അബാൻഡൻ ഹൗസ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ എന്താ പറയുക, ഇനിയും ഇതുപോലത്തെ വീടുകൾ തേടി കണ്ടുപിടിച്ചിട്ട് ഉള്ളിൽ കയറുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ എല്ലാം കൂടെ അമർത്തുക. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് അയച്ചു കൊടുക്കുക. ഷെയർ പറഞ്ഞല്ലോ. ഓക്കെ, എല്ലാവർക്കും കൂടെ അയച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക പ്ലീസ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അടിച്ചോട്ടെ. എന്തിനാ പറഞ്ഞത്, പാവം ബ്ലോഗറല്ലേ ഞാൻ. അപ്പോൾ എനിവേസ്, ദിസ് ഇസ് മീ വണ്ടർ വാസു സൈനിങ് ഔട്ട്. സൈനിങ് ഔട്ട് പറഞ്ഞിട്ടും ഇവരെന്താ ഇവിടെ നിന്നല്ലേ, വീഡിയോ കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു കാര്യം പറയണ്ടേന്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തറവാട് തന്നെ, എൻ്റെ അമ്മമ്മേൻ്റെ തറവാടാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഉള്ളിൽ ഇത്രയും റിസ്ക് എടുത്തിട്ട് കയറിയത്. ഇതിനുള്ളിൽ ഒന്നുമില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ വെറുതെ എന്താ പറയുക, നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഓക്കെ, ദിസ് വീഡിയോ ഇസ് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, വേറെ ഒന്നുമല്ല. ഇതിനകത്ത് യക്ഷിയില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല. ഓക്കെ, ഒന്നും വിചാരിക്കല്ലേ, ചെറിയൊരു ഉടായ്പാക്കിയതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.